ഹലോ അസ്സാം വലൈക്കും. എന്തല്ല എല്ലാവർക്കും സുഖന്നെ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ തന്നെയാണ്. നിങ്ങൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ലോങ് വീഡിയോ എടുത്താൽ പ്ലീസ്, കുറേ ആയല്ല കണ്ടിട്ടെന്നെല്ലാം. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഷൂട്ടാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോ എഡിറ്റ് ആക്കിയിട്ട് ഇടാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല, അത്രയും ബിസി ആയിരുന്നു. പിന്നെ 2025 ആയപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ 2025 ചിന്തിക്കുന്നതേ ഇഷ്ടമില്ല. ഫസ്റ്റ് തന്നെ 2025 എൻ്റെ ഉമ്മാക്ക് സുഖമില്ലാതായി, ഞാൻ നാട്ടിൽ പോയി. പിന്നെ ഞാൻ വന്ന്, പിന്നെ എനിക്ക് സുഖമില്ലാതായി, ഞാൻ നാട്ടിൽ പോയി. അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്ത് വന്ന്, പിന്നെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതിന് പോയി. പിന്നെ അതല്ലാതായിട്ട് പിന്നെയും ഇങ്ങോട്ട് വന്ന്, അങ്ങനെ 2025 മുഴുവനായിട്ട് ഒരുമാതിരിയായി. എനിക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കൊല്ലമായിരുന്നു കേട്ടോ. അത്രയും ഫസ്റ്റ് തന്നെ ടെൻഷനെ 2025 തുടങ്ങിയത് തന്നെ ടെൻഷൻ കൊണ്ട് തന്നെ, അവസാനിപ്പിച്ചതും ടെൻഷൻ കൊണ്ട് തന്നെ ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് അങ്ങനെയെല്ലാം സംഭവിച്ച്. പിന്നെ ഇപ്പം 2026 ജനുവരിയിലാണ് നമ്മളിതാ നാട്ടിലേക്ക് പോകാമെന്ന്. ഫൗസാൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. ജനുവരി 15 നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. 19 കേട്ടോ കല്യാണം വരുന്നത്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിംഗ് എല്ലാം ഉണ്ടായിരുന്നു ബാക്കി. അപ്പം അതെല്ലാം ചെയ്യാമെന്ന്. ഇതെല്ലാം അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ എന്നിട്ടാ കുറച്ച് കാര്യങ്ങൾ ബിസി ആയതുകൊണ്ട് ഫാദുവിന് വരാൻ പറ്റിയിട്ട്, അങ്ങനെ പിന്നെ തിരക്കായത് കുറച്ച് ഞാൻ ഷോർട്ട് വീഡിയോ അങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പം മണവാട്ടിക്കും എനിക്ക് ബാബിക്കും ഉമ്മാക്ക് എല്ലാവർക്കും അബായെല്ലാം എടുക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫാൻസി വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഷൂ, ചെരുപ്പ്, അങ്ങനത്തെ എല്ലാം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം പിന്നെ ഞാൻ ഫുള്ളായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ചായിട്ട് വീഡിയോ എടുത്താൽ. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ തലമേൽ വെക്കുന്നുണ്ട്, ഹിജാബ് ഇട്ടിട്ടും അതിങ്ങനെ വെക്കാൻ നല്ലതാണ് കേട്ടോ. പക്ഷേ ഞാനിതെല്ലാം വാങ്ങിച്ചെന്നുള്ളൂ. ബാക്കി ഞാൻ കല്യാണത്തിൻ്റെ വീഡിയോസിൽ പറയാം കേട്ടോ. ഇൻഷാ അല്ലാ കല്യാണ വീഡിയോസ് ഷൂട്ടാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ആക്കിയിട്ട് ഇടാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കാം. പിന്നെ നമ്മൾ 15 പോവാന്ന്. നൈറ്റാണ് കേട്ടോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അബുദാബിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ആദ്യം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു 12 കേട്ടോ. പിന്നെ ഫാദുവിന് ഇവിടുന്ന് വരാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് പിന്നെ ടിക്കറ്റ് പിന്നെ നീട്ടി 15 ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫംഗ്ഷനാണ്, കാസർഗോഡ് കല്യാണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. അപ്പം അതിനുള്ള ഡ്രസ്സെല്ലാം അതെല്ലാം ആദ്യം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്തുള്ള എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് എടുത്തത്. അങ്ങനെ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട്, അതായത് പാർട്ടി വെയർ ആയിട്ട് എടുക്കുന്നില്ല. അതിപ്പോൾ ഈ ഒരു കല്യാണത്തിന് ഇങ്ങനത്തെ ഫംഗ്ഷനല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പം അതെല്ലാം ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നാട്ടിലേക്ക് പോകുമ്പോഴും അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴും ഈ ഓട്ടപ്പാച്ചിൽ തന്നെ ആവട്ടെ. ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ മറന്നിട്ട് പർച്ചേസ് ആക്കാനോ അല്ലെങ്കിൽ എടുത്ത് വെക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെല്ലാം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കുന്നു. എന്തായാലും ഓട്ടപ്പാച്ചില്ല തന്നെ ആ ഒരു ടൈമിലെല്ലാം. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്പോർട്ട് മാത്രം മറക്കണ്ട, ബാക്കി എന്ത്. അബുദാബിയിൽ നിന്നാണ് ഫ്ലൈറ്റ്, നമ്മൾ അജ്മാനിലുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അബുദാബിയിൽ നിന്ന് നമ്മളെപ്പോഴും ഷാർജയിൽ നിന്ന് ദുബായിൽ നിന്നൊക്കെ പോകുന്നത്. അബുദാബിയിൽ നിന്ന് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തിയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ടൈമെല്ലാം കറക്റ്റ് ആക്കിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പാസ്പോർട്ട് മാത്രം മറക്കണ്ട, ബാക്കി എന്ത് മറന്നാലും കുഴപ്പമില്ല, പാസ്പോർട്ട് മറക്കണ്ട. ആദ്യം തന്നെ പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം പിന്നെ എന്തെല്ലോ ഓർമ്മ വരുന്നതെല്ലാം എടുത്തിടുന്നുണ്ട്. ഞാനിട്ട ആ ഒരു ഡ്രസ്സിൽ അത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. നാട്ടിൽ നിന്ന് കോട്ടക്കൽ ആ ഒരു ഷോപ്പ്, ഇടയിൽ കറക്റ്റ് അറിയില്ല, കോട്ടക്കൽ ആ ഭാഗത്ത് നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഷോപ്പിൻ്റെ പേരൊന്നും കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ കണ്ടപ്പോൾ എടുത്തതായിരുന്നു, പക്ഷേ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഒരു ഷൂ കാണിച്ചില്ലേ, അത് ഞാൻ ഇവിടെ അജ്മാൻ മാക്സ് മാർട്ടിൽ നിന്ന് വാങ്ങിച്ചേട്ടാ. അതും നല്ല ഉണ്ട് കേട്ടോ, നല്ല രസമാണ്, ഇട്ടാലും കാണാനെല്ലാം നല്ല രസമാണ് കേട്ടോ. അങ്ങനെ വൈറ്റ് പേളെല്ലാം വന്നിട്ട് നല്ല ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് മന്തി കഴിച്ചിട്ട്, ഒരു മന്തി എടുത്തിട്ട് 2 ആളും കൂടെ കഴിച്ച്. അങ്ങനെ ഓട്ടപ്പാച്ചിലാകുമ്പോൾ നമുക്ക് ഫുഡൊന്നും അത്ര ഇറങ്ങുന്നില്ലല്ലോ. അങ്ങനെ കുറച്ച് കഴിച്ച് അപ്പോഴത്തേന് ജീജുൻ്റെ ഒരു വന്ന് നമ്മൾ അബുദാബിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റ് വരുന്നത്, അതായത് സുബീക്ക് ആ ഒരു ടൈമിലാണ്. നമ്മൾ ഇവിടുന്ന് ഒരു 9:30-10 മണി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 9 മണിയായപ്പോൾ തന്നെ ഇറങ്ങിയെന്ന് തോന്നുന്നു. കാരണം നമ്മളെ കൊടുന്നാക്കാൻ വരുന്ന അവർക്ക് ഡ്യൂട്ടി ഉണ്ട്, രാവിലെ തന്നെ ഡ്യൂട്ടി ഉണ്ട്. അപ്പം
നമുക്ക് രാത്രി നമ്മളെ ആ ഒരു ടൈമിൽ കൊണ്ടുപോയി വിട്ടു തരാൻ എന്തായാലും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പോവാന്ന് കേട്ടോ. പിന്നെ അബുദാബി അവിടെ എയർപോർട്ടിൽ പോയിട്ട് പിന്നെ ആ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടിയതിന് ശേഷം കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ പോയതാന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടൈം പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിലേക്കൊക്കെ വിളിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും വിളിച്ച് മെസ്സേജ് അയക്കാനുള്ളവർക്കെല്ലാം മെസ്സേജ് അയച്ച് പോകുന്ന പറയാനും വേണ്ടിയിട്ട് അങ്ങനെയല്ല. ഞങ്ങൾ നമ്മളെ ചെക്കൻ ഫൗസാൻ്റെ കല്യാണത്തിന് പോവാണ്. ഒരുപാട് ലേറ്റായി ചില സാങ്കേതിക കാരണത്താൽ നമ്മൾ ലേറ്റായി, സാങ്കേതിക കാരണം അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ 15-ാം തീയതി മീൻസ് ഇന്ന് 15-ാം തീയതി. അപ്പോൾ ഇന്ന് പുലർച്ചെ നമ്മൾ നാട്ടിലെത്തും ഇൻഷാ അല്ലാഹ്. ബാക്കിയൊക്കെ നാട്ടിൽ ഓട്ടം തുടങ്ങുന്നതാണ് തൊട്ട്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് നാട്ടിൽ കാണുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് കല്യാണത്തിന് കാണും. കല്യാണം കഴിഞ്ഞിട്ടുള്ള യാത്രയിൽ ചിലപ്പോൾ ആരെങ്കിലും കണ്ടേക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുവരെ ടേക്ക് കെയർ, ബൈ. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പൊക്കെ അല്ല, അതുകൊണ്ട് തന്നെ രണ്ടാൾക്കും നല്ല ചുമ, പനി ഇതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൗണ്ടെല്ലാം പോയിട്ടുണ്ട്. നാട്ടിലെത്തിയപ്പോൾ പിന്നെ തേച്ചും സൗണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡും നമ്മൾ പോകുമ്പം കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പറഞ്ഞ് നിങ്ങൾക്ക് എന്തായാലും വിശക്കും, എനിക്കില്ലേ വിശന്ന് കഴിഞ്ഞാൽ അപ്പം എൻ്റെ ഫുഡ് കിട്ടണം. അതുകൊണ്ട് തന്നെ ആപ്പിള് അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടില്ലേ, ബനാന, ഇതെല്ലാം ഓരോന്നോരോന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശന്ന് കഴിഞ്ഞാൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനി ഫ്ലൈറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇനി ഫ്ലൈറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന്. പിന്നെ എനിക്ക് റെസിപ്പീസ് എല്ലാം എനിക്ക് നല്ലോണം മിസ്സാകുന്നറിയാം. ഞാൻ ഒരുപാട് റെസിപ്പീസ് എല്ലാം ചെയ്തിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയെല്ലാം എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഓരോരോ ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി റെസിപ്പീസെല്ലാം ഞാൻ ചെയ്യട്ടെ. എൻ്റെ റെസിപ്പീസിനായിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ആക്കുന്നതെന്നറിയാം. പിന്നെ ഞാനിതാ സൺഫ്ലവർ വിത്തില്ലേ അതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ടൈം പാസ്സാണ്. ആദ്യം ഞാൻ അത്ര കഴിക്കലില്ലായിരുന്നു. അപ്പോൾ എവിടെ പോകാമെന്നുണ്ടെങ്കിലും ഞാൻ കുറച്ച് ബാഗിൽ വെക്കും കേട്ടോ. കാരണം ഇത് ഭയങ്കര ടൈം പാസ്സാണ്, നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. പിന്നെ നല്ലതും വന്നല്ലോ ഹെൽത്തിന്. നമ്മൾ വീട്ടിലുണ്ടാവുമ്പം ചിലപ്പോൾ അതെടുത്ത് കഴിക്കാനെല്ലാം ഭയങ്കര മടിയാണ്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മംഗലാപുരത്തേക്കാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫാദുവിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന് നമ്മൾ നേരെ നാട്ടിലേക്ക് വരക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 15-ന് രാവിലെ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈവനിങ്ങിന് ഫൗസാൻ്റെ ഗ്രൂം ടു ബി ആയിരുന്നു കേട്ടോ. അവനക്ക് സർപ്രൈസായിട്ട് കൊടുത്തതാണ് കസിൻസ് എല്ലാവരും കൂടെ. അവനറിയേല കേട്ടോ. അപ്പം അവന് ഡ്രസ്സ് എടുക്കാനും വേണ്ടി നമ്മളിതാ കൊണ്ടുവന്നതാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഇവിടെ എല്ലാം അവർ കസിൻസ് എല്ലാവരും കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഏതായാലും സർപ്രൈസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അല്ല അവനക്ക് തന്നെ ഷോക്കായിന്. അവൻ പറഞ്ഞു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡ്രസ്സ് എടുക്കാനെന്ന് പറഞ്ഞിട്ട് തിരക്കിൽ കൊണ്ടുവന്നതല്ലേ. അതും ഞങ്ങൾ വന്ന അന്ന് തന്നെ ഇങ്ങനെ ഒന്നും അവന് ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മൾ ടയർഡായിട്ടിരിക്കുന്നെല്ലാം വിചാരിച്ചിന്. നമ്മൾ ഇളാമാരും കസിൻസും എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ആദ്യം തന്നെ ഒരു മാസം മുന്നേറ്റ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്ന് അവനറിയില്ല, നമ്മളെല്ലാവരും അറിഞ്ഞിട്ട് സ്റ്റുഡിയോൻ്റെത്, ഡ്രസ്സിൻ്റെത്, ഫുഡിൻ്റെത് എല്ലാം കസിൻസ് എല്ലാവരും കൂടെ തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് മാഷാ അല്ലാഹ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മാഷാ അല്ലാഹ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ അങ്ങനെ കണ്ടുമുട്ടി കുറേ നേരം സംസാരിച്ച് അങ്ങനെയെല്ലാം. പിന്നെ അവനക്ക് ഡ്രസ്സെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഫോട്ടോഷൂട്ട്, പിന്നെ കുറച്ച് കൈകൊട്ടി പാട്ട് വെച്ചിട്ട് കുറച്ച് അങ്ങനെയൊക്കെ ആയിട്ട്
കുറച്ച് നമ്മൾ എൻജോയ് ആക്കിയിട്ടാ. ഇതെല്ലാം ഫാദുൻ്റെ ബാപ്പാൻ്റെ അനിയന്മാരും അവരെ ഫാമിലിയും പിന്നെ പെങ്ങള് അവരെ മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു, പുള്ളി മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഇടാത്തതിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ എന്തായാലും വീഡിയോ ഇടണം ഫൗസാൻ്റെ കല്യാണത്തിന് എന്നെല്ലാം പറഞ്ഞിട്ട് ഇൻസ്റ്റയിലെല്ലാം എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും കല്യാണത്തിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റാക്കാൻ കുറച്ച് ടൈം പിടിക്കും, എന്നാലും ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് ഇടട്ടാ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് നമുക്ക് ഇനിയും വീഡിയോസ് ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ നമ്മൾ ഡ്രസ് കോഡും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ആണുങ്ങൾക്ക് വൈറ്റും ബ്ലാക്കും ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലേഡീസിനാണെന്നുണ്ടെങ്കിൽ എന്താ കളറ് അങ്ങനെയൊന്നുമില്ല, കളർ തീം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇപ്പം ഷോർട്ട് കുർത്ത ഉണ്ടല്ലേ, ഫുൾ സ്ലീവ് വരുന്ന ആ ഒരു കുർത്ത കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇവിടെ നോക്കിയിട്ട് എനിക്ക് കറക്റ്റ് കിട്ടിയില്ല. ഇതാ അപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല എല്ലാവരും ഒരേപോലത്തെ ഷോർട്ട് കുർത്ത നല്ല ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ നാട്ടിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് ഇടാനുള്ള ടൈമില്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് തന്നെ ഞാൻ ബിസിനസ്സിനായിട്ട് കുറച്ച് ഡ്രസ്സ് കൊടുന്ന് വെച്ചിരുന്നല്ലോ. അപ്പം അതിൽ നിന്ന് തന്നെ ഞാൻ ഒന്നെടുത്തിട്ട് അങ്ങനെ ഷോർട്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ട് അഡ്ജസ്റ്റ് ആക്കുകയാട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എളാമാൻ്റെ വീടുണ്ടായിരുന്നു, അവിടെ പോയി. പിന്നെ അവിടുന്ന് ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും പാർസൽ കൊണ്ടുപോകാൻ തന്നെ. പക്ഷേ എളാമാൻ്റെ പരി പോയിട്ട് നമ്മൾ ഫുഡെല്ലാം അവിടുന്ന് കഴിച്ച് പിന്നെ ഇതാ ഫുള്ള് വൈബായിന് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് നൈറ്റ് വൈബാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ട്രിപ്പ് ഇടാം, നമ്മളെവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ എന്തെങ്കിലും തട്ടുകട അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടെല്ലാം വരാമെന്ന് പറഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് 1000 ഉറുപ്പ്യേൻ്റെ പെട്രോൾ അടിച്ചിട്ട് 10 ഉറുപ്പ്യേൻ്റെ ചായയും കുടിച്ചിട്ട് അതിനാട്ടോ ഞങ്ങൾ ചിരിക്കുന്നത്. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. മാഷാ അല്ലാ എല്ലാവരും കൂടെ ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിട്ട് പോകുമ്പോൾ ആ ഒരു വൈബ് വേറെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ പിറ്റേന്ന് ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു, എന്നാലും നമ്മൾ നല്ലോണം എൻജോയ് ആക്കിയിട്ടുണ്ടാകും. പിന്നെ ഫാദുവിൻ്റെ ഉമ്മാനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നൈറ്റ് വൈബ് പോകുമ്പോൾ ഫാദുവിൻ്റെ ഉമ്മാനെയും കൂട്ടിയിട്ടാണ് പിന്നെ നമ്മളിതാ വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു തട്ടുകട എത്തിയിട്ട് അവിടുന്ന് തട്ടുകട സ്പെഷ്യലും പിന്നെ അതുപോലെ തന്നെ എന്തെല്ലാം ചർമുറി എന്തെല്ലോ എടുത്തീനിട്ടാ, കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അതാ ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഉപ്പിലിട്ടതും കഴിക്കാമെന്ന് എന്തെല്ലാം ഞാൻ പറയുന്നുണ്ടായിരുന്നു, വയറെല്ലാം എന്തെല്ലാം ആയെന്തോ. അപ്പുറത്തുനിന്ന് എന്തെല്ലോ കഴിച്ചിട്ട് വന്ന് ഇപ്പുറത്ത് വന്നപ്പോൾ ഉപ്പിലിട്ട്. പക്ഷെ ഇതൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ ഇനി കല്യാണ വീഡിയോസായിട്ട് വരാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.